ഇതുവരെ നമുക്ക് ഡെത്ത് കേസസ് നമ്മൾ ബോഡീസ് നമുക്ക് കിട്ടിയത് 210 സാർ നേരത്തെ പറഞ്ഞു. ബോഡി ഐഡന്റിഫൈഡ് ആൻഡ് ഹാൻഡഡ് ഓവർ 119. സോ അതിനുശേഷം നമുക്ക് അൺഐഡന്റിഫൈഡ് ബോഡീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് മറവ് ചെയ്യാനുള്ള ഒരു SOP നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. സോ അതിനെ ഫസ്റ്റ് നമ്മൾ ബോഡി എന്തെങ്കിലും മാർക്സ് ഉണ്ടോ, പിന്നെ അവരുടെ ഫോട്ടോ അടക്കം നമ്മൾ സൂക്ഷിച്ചു വെക്കും. ബോഡി ഐഡന്റിഫിക്കേഷൻ ചെയ്യാത്ത രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബോഡീൻ്റെ മാർക്സും പിന്നെ ഒരു DNA അനാലിസിസ് കൃത്യമായിട്ട് നമ്മൾ ചെയ്യും. പിന്നെ എന്തെങ്കിലും ഈ ചെയിനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മാർക്സും കൂടി നമ്മൾ കൃത്യമായിട്ട് രജിസ്റ്ററിൽ നമ്മൾ എഴുതിട്ട് സീരിയൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ട് അവിടെ കിട്ടുന്ന അവശേഷങ്ങളെല്ലാം അതിനെ സൂക്ഷിച്ചിട്ട് നമ്മൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ മുമ്പാകെ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ ആരെങ്കിലും ഒരു പ്രതിനിധിയുടെ മുമ്പാകെ, ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ മുമ്പാകെ നമ്മൾ മറവ് ചെയ്തു. അത് ചെയ്യുന്ന മുമ്പേ ജില്ലാ കളക്ടർ പ്രൊസീഡിംഗ് ചെയ്യണം. അത് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും പിന്നെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരും ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ആൾക്കാരും എല്ലാവരുടെ സമക്ഷത്തിൽ ഒരു മീറ്റിംഗ് കൂടിയിട്ട് ഇങ്ങനെയുള്ള ഒരു ബോഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. സോ നമുക്ക് അങ്ങനെ ഒരു കേസ് വന്നിരുന്നു, മാഗോട്സ് വന്ന് തുടങ്ങി. അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അത് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് പ്രൊസീഡിങ്സ് ആക്കിയിട്ട് ഈ SOP കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്തിട്ട് മറവ് ചെയ്യാനുള്ള സംവിധാനമാണ് നമ്മൾ തയ്യാറാക്കിയിട്ട് വെച്ചിരിക്കുന്നത്. ഇതിനെ CM തലത്തിലെ നമ്മൾ ഡിസ്കഷൻസ് ചെയ്തിട്ട് അനുവാദം വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതിനു വേണ്ടി കുറച്ച് ബരിയൽ ഗ്രൗണ്ട്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ബേസ്ഡ് ഓൺ റിലീജിയസ് ഫെയ്ത്ത്. പക്ഷേ ഈ അൺഐഡന്റിഫൈഡ് ബോഡീസ് വരുമ്പോൾ നമ്മൾ അതിനു വേണ്ടി 8 സ്ഥലങ്ങളിൽ നമ്മൾ സ്ഥലം ഐഡന്റിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. കൽപ്പറ്റ, വൈത്തിരി, മുട്ടിൽ, കണിയാമ്പെട്ട, പടിഞ്ഞാറത്തറ, തൊണ്ടർനാട്, എടവക്ക, മുല്ലൽപുരി, ഇത്ര സ്ഥലങ്ങളിൽ നമ്മൾ ലാൻഡ് ഐഡന്റിഫൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, ഇന്ന പ്രൊസീഡിങ്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇന്ന ഫസ്റ്റ് ബോഡി നമ്മൾ ക്രിമേഷൻ ചെയ്യാൻ പോകുന്നുണ്ട്. യൂഷ്വലി നമുക്ക് 72 hours നമ്മൾ വെക്കണം. പക്ഷെ ബോഡിന്റെ കണ്ടീഷൻ പ്രോട്ടോകോൾ അനുസരിച്ച്, പക്ഷെ ബോഡിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഇന്നാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. പ്രൊസീഡിങ്സ് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ടീം അത് സജ്ജമാക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയാം.